ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നോക്ക് ദ റെസിപ്പീസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ബാജ്ര ഊത്തപ്പം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ബാജ്ര, പേൾ മില്ലറ്റ്, കമ്പം എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഈ ചെറുധാന്യം ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. ഇൻഗ്രീഡിയൻസിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനായും കണ്ട് ലൈക്ക് ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ വൈകാതെ തന്നെ ബാജ്ര കൊണ്ടുള്ള ഊത്തപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ബാറ്റർ തയ്യാറാക്കാനായി ഞാനിവിടെ 1 കപ്പ് ബാജ്ര, 1 കപ്പ് ഉഴുന്നുപരിപ്പ്, 1 കപ്പ് പച്ചരി, 2 ടീസ്പൂൺ ഉലുവ, 1 കപ്പ് ചോറ് എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നല്ലപോലെ 4-5 വട്ടം കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ മുകളിൽ വെള്ളം നിൽക്കുന്ന പാകത്തിന് വെള്ളം ഒഴിച്ച് മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം. ഞാൻ സാധാരണ കാലത്ത് ഒരു 10 മണിക്കൊക്കെ ഇതുപോലെ കുതിർത്ത് വെച്ച് ഈവനിങ് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ അരച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇവിടെ നമ്മുടെ അരിയും ഉഴുന്നും ബാജ്രയും എല്ലാം നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് 1 കപ്പ് ചോറും കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി അരച്ചെടുത്തിട്ട് വരാം. സോക്ക് ചെയ്ത് വെച്ച് വെള്ളത്തിന് പുറമെ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഞാനിവിടെ എല്ലാം നന്നായി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് എല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. രാവിലെ ആയപ്പോഴേക്കും മാവൊക്കെ നന്നായി വീർത്ത് പൊന്തി വന്നിട്ടുണ്ട്. ഊത്തപ്പത്തിന്റെ മാവിന്റെ കൺസിസ്റ്റൻസി വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ ആകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ മാവിന് കൺസിസ്റ്റൻസി കൂടുതലായി തോന്നുകയാണെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൺസിസ്റ്റൻസി പാകപ്പെടുത്തിയെടുക്കണം. മാവ് കട്ടി കൂടിപ്പോയാൽ ഊത്തപ്പം നന്നായി വരില്ല. ഇനി ഊത്തപ്പത്തിൻ്റെ ടോപ്പിംഗ്സിനായി ഞാനിവിടെ 3 മീഡിയം സൈസ് സവാള, നന്നായി പഴുത്തൊരു തക്കാളി, 2 പിടി മല്ലിയില എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. ഒപ്പം ആവശ്യത്തിന് ഉപ്പും പിന്നെ നല്ലെണ്ണ അല്ലെങ്കിൽ സെസമി ഓയിലും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഈ വെജിറ്റബിൾ മിക്സിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഊത്തപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഒരു പാൻ അല്ലെങ്കിൽ ദോശ തവ സ്റ്റൗവിൽ വെച്ച് പാൻ ചൂടായി വന്നാൽ 2 കൈയിൽ മാവ് ഒഴിച്ച് ഈ ഒരു വലുപ്പത്തിൽ പരത്തിയെടുക്കണം. മാവ് ഒഴിക്കുന്ന സമയത്ത് സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ നമുക്ക് മാവ് നന്നായി പരത്തിയെടുക്കാൻ പറ്റാതെ കട്ട പിടിച്ചു പോകും. മാവ് ഒഴിച്ച് പരത്തിയെടുത്ത ശേഷം ഫ്ലെയിം നമുക്ക് കൂട്ടി വെക്കാവുന്നതാണ്. ഇതുപോലെ ബബിൾസ് വന്നു തുടങ്ങിയാൽ നമുക്ക് വെജിറ്റബിൾ മിക്സിൽ നിന്ന് കുറച്ചെടുത്ത് ടോപ്പിംഗ്സ് ആയി വെച്ച് കൊടുത്ത് കുറച്ച് നല്ലെണ്ണ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. ഇനി അപ്പം മറിച്ചിട്ട് കൊടുത്ത് മറുഭാഗവും വേവിച്ചെടുക്കണം. മറിച്ചിട്ട് കഴിഞ്ഞാൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മുടെ വെജ് ടോപ്പിംഗ്സ് കരിഞ്ഞു പോകുന്നതാണ്. ഇനി ഇതുപോലെ ബാക്കി എല്ലാ ഊത്തപ്പവും നമുക്ക് ചുട്ടെടുക്കാം. ഞാൻ സാധാരണ ഈ ഒരു അളവിൽ ഇൻഗ്രീഡിയൻസ് എടുത്താൽ ഒരു ദിവസം ഊത്തപ്പവും അടുത്ത ദിവസം ദോശയും ഉണ്ടാക്കിയെടുക്കുകയാണ് പതിവ്. അങ്ങനെ നമ്മുടെ ഹെൽത്തി ഊത്തപ്പം ഇവിടെ റെഡി. മില്ലറ്റ്സിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇപ്പോൾ എല്ലാവർക്കും ഫെമിലിയർ ആണ്. എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നൽകുന്നതാണ് മില്ലറ്റ്സ് അല്ലെങ്കിൽ ചെറുധാന്യങ്ങൾ. അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മില്ലറ്റ് കൊണ്ടുള്ള ഏതെങ്കിലും ഒരു റെസിപ്പി നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഊത്തപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.